നിലമ്പൂര് നിയമസഭാ മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാലോ അല്ലേ? കിട്ടിയ റിപ്പോർട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചൊരു എന്താ പറയാ ഒരു അപ്രതീക്ഷിത ടേൺ എടുക്കുന്നുണ്ട്. അപ്പോൾ പ്രധാന കളിക്കാരാരൊക്കെ, പുതിയ നീക്കങ്ങൾ എന്തൊക്കെ, നമുക്ക് നോക്കാം. തീർച്ചയായും. ഈ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ശരിക്കും BJP അവരുടെ സ്ഥാനാർത്ഥി അങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് അപ്പോഴാണ് ഈ പ്രധാന ചിത്രം ഏതാണ്ടെന്ന് തെളിഞ്ഞത്. അതെ അതെ. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കേരള കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. പിന്നെ മഞ്ചേരി ബാർ അസോസിയേഷനിലെ വക്കീലുമാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, തുടക്കത്തിൽ BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് വേണ്ട ഒരു താൽപര്യക്കുറവുണ്ടായിരുന്നു. അതൊരു കൗതുകം തന്നെയാണല്ലോ. ആദ്യം വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഘടകകക്ഷിയെ നിർത്തുമെന്ന് കേട്ടു, അവസാനം സ്വന്തം സ്ഥാനാർത്ഥി. അപ്പൊ അത് അവരുടെ ഒരു സ്ട്രാറ്റജി മാറ്റമാണോ? ആവാം. എന്തായാലും LDFന്റെ M സ്വരാജും UDFന്റെ ആര്യാടൻ ഷൗക്കത്തും നേരത്തെ തന്നെ കളത്തിലുണ്ട്. ഓ, അവര് നേരത്തെ തുടങ്ങി. അതെ. അപ്പൊ മോഹൻ ജോർജ് കൂടെ വന്നതോടെ പ്രധാനപ്പെട്ട 3 മുന്നണികളും രംഗത്തുണ്ട്. ശരിയാണ്. പക്ഷേ ഈ സാധാരണ LDF UDF പോരിനപ്പുറം എന്തോ ഒരു എക്സ്ട്രാ എലമെന്റ് വരുന്നുണ്ടല്ലോ ഇത്തവണ. അതെ, അതാണിപ്പോൾ നിലമ്പൂരിലെ പ്രധാന ചർച്ചാവിഷയം. ഈ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് പോലെ മുൻ MLA PV അൻവർ. PV അൻവർ. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ളൊരു സംസാരം വളരെ ശക്തമായിട്ടുണ്ട്. അതാണ് എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചതല്ലേ? ഒരു മുൻ MLA, അതും തൃണമൂൽ കോൺഗ്രസ്. കേരളത്തിൽ അവർക്ക് വലിയ വേരോട്ടമൊന്നുമില്ല. ഇല്ല. അപ്പൊ അവരുടെ ചിഹ്നത്തില്, ഈ പുല്ലും പൂവും ചിഹ്നത്തിലൊക്കെ മത്സരിക്കും, നാളെ പത്രിക കൊടുക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇതെങ്ങനെ ബാധിക്കും? അതൊരു $1 മില്യൺ ചോദ്യമാണ് ശരിക്കും. കാരണം PV അൻവറിന് അവിടെ വ്യക്തിപരമായിട്ട് കുറച്ച് വോട്ടുകളുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം ആരുടെ വോട്ടാണ് പിടിക്കാൻ നോക്കുന്നത്? LDFന്റെയോ UDFന്റെയോ, അതോ സ്വന്തം നിലക്കോ? ഇതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അതറിയണം. പിന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ടീം പ്രചാരണത്തിന് വരുമെന്നും കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊരു ലോക്കൽ നീക്കം മാത്രമല്ല. അങ്ങനെയും ചിന്തിക്കേണ്ടി വരും. ഒരു സീരിയസ് നീക്കമാണോ എന്ന് നോക്കണം. ഇതിനിടയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടായല്ലോ. രാഹുൽ മാങ്കോട്ടത്തിൽ, കോൺഗ്രസ് നേതാവ്, അൻവറിനെ വീട്ടിൽ പോയി കണ്ടു എന്നത്. അതും റിപ്പോർട്ടിലുണ്ട്. അപ്പൊ അതിനെ ചൊല്ലിയും നല്ല വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. UDF പറയുന്നു ഇത് ഒഫീഷ്യൽ അല്ല, വെറുതെ കണ്ടതാണെന്ന്. പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ അത് വിടുവോ? ഇല്ല. അവിടെയാണ് പിന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നത്. M സ്വരാജ് പറഞ്ഞത് ഇത് അൻവറിന്റെ കാൽ പിടിക്കാൻ പോയതാണെന്നാണ്. ഓഹോ. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടിയും കൊടുത്തു. പിണറായിസത്തിന്റെ വിമർശകനായതുകൊണ്ടാണ് കണ്ടത്, CPM എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ. കൊള്ളാം, നല്ല ചൂടുള്ള മറുപടികൾ. അതെ. ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ പ്രസ്താവനകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. നമ്മളൊരു പക്ഷം പിടിക്കുന്നില്ല. തീർച്ചയായും വസ്തുതകൾ പറയുന്നു എന്നേയുള്ളൂ. പക്ഷെ ഇത്തരം വാക്പോരുകളൊക്കെ അത് തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ ശരിക്കും ചൂടുപിടിപ്പിക്കുന്നുണ്ട്. മത്സരം കുറച്ചുകൂടി വ്യക്തിപരമാവുന്നെന്നും തോന്നുന്നു. ശരിയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൽ ഇപ്പോ 3 മുന്നണികളുടെ ഒരു കട്ട മത്സരം ഉറപ്പായി. അതിന്റെ കൂടെ PV അൻവറിന്റെ ഈ തൃണമൂൽ എൻട്രി സാധ്യത ഒരു വൈൽഡ് കാർഡ് പോലെ നിൽക്കുന്നു അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് അവസ്ഥ. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ പ്രധാന മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, ചിലപ്പോൾ വ്യക്തികളുടെ സ്വാധീനം, പിന്നെ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രാദേശിക കൂട്ടുകെട്ടുകൾ, അവസാന നിമിഷത്തെ നീക്കങ്ങൾ, ഇതൊക്കെ ഫലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധ്യതയുണ്ട്. പാർട്ടിക്കും മുന്നണിക്കും അപ്പുറം ചില കാര്യങ്ങൾ വർക്ക് ചെയ്യും. തീർച്ചയായും. വ്യക്തികളും പ്രാദേശിക വിഷയങ്ങളും വളരെ നിർണായകമാവും. നിലമ്പൂർ അതിനൊരു നല്ല ഉദാഹരണമായി മാറുകയാണ്. അപ്പൊ ഈ പ്രധാന സ്ഥാനാർത്ഥികൾ, അൻവറിന്റെ ഈ ഒരു സാധ്യത, രാഷ്ട്രീയ വാഗ്വാദങ്ങൾ, ഇതൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇതിനൊക്കെ